ഹായ് ഓൾ. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാർ അതെങ്ങനെയാണ് ഗൂഗിൾ ഫോമിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ കളക്ഷൻ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് സ്ക്രീനുകളായിട്ടാണ്, മുകളിലൊരു സ്ക്രീനും താഴെ ഒരു സ്ക്രീനുമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മുകളിലത്തെ സ്ക്രീനിൽ നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട തരത്തിലുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യനെയറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനെയർ എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് പാരഗ്രാഫ്. ഒരു 2-3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ദെൻ താഴെയുള്ള സ്ക്രീനിൽ നമുക്ക് കാണാം ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൂഗിൾ ഫോമിലേക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നമുക്ക് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സൈൻ ഇൻ ഓപ്ഷനിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അൺടൈറ്റിൽഡ് ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇതിൽ ഈ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളടത്ത് അവിടെ ജസ്റ്റ് ക്വസ്റ്റ്യനെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അതവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ താഴെയുള്ള ഈ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് അവിടെയും ക്വസ്റ്റ്യനെയർ എന്ന് വരും. ദെൻ ഇനി അതിൻ്റെ താഴെ ഫോം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യനെയറിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്യണം. അതിൽ ഡിയർ റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. തുടങ്ങുന്ന പാരഗ്രാഫ് ഞാൻ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരിക നെയിം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുക. ഒരിക്കലും ക്വസ്റ്റ്യന് നമ്പർ ഇടരുത്, ക്വസ്റ്റ്യൻ മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് നെയിം എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, ക്വസ്റ്റ്യനായിട്ട് കാണിക്കുക. ഇനി നെയിം എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഷോർട്ട് ആൻസർ എന്ന് വരുന്നുണ്ട്. ഇനി വന്നില്ലെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഷോർട്ട് ആൻസർ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പേര് ഷോർട്ട് ആൻസർ ആയിട്ടാണ് വരിക. ദെൻ അത് പേര് കൊടുത്തു കഴിഞ്ഞാൽ താഴെ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടുക. ദെൻ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്പൺ ആയിട്ട് വരും. ദെൻ ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആണ് വരുന്നത്. ഏജ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. ഏജ് നമ്മൾ ചോദിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ്. ബിലോ 30, 30 to 45, 45 to 60 ആൻഡ് 60 എബോവ് 60 ഇങ്ങനെയുള്ള ഓപ്ഷനിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏജ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ആൻസർ എന്നുള്ളത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്യുക. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓപ്ഷൻ 1 എന്ന് കാണാം. ആ ഓപ്ഷൻ 1നെ എഡിറ്റ് ചെയ്തിട്ട് ബിലോ 30 എന്നാക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മുടെ ബിലോ 30 ആയിരുന്നു. സോ ഫസ്റ്റ് ബിലോ 30 എന്ന് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 32, നെക്സ്റ്റ് വരുന്നത് അതിൽ 30 മുതൽ 30 to 45 ആണ്. സോ 30 to 45 എന്നുള്ളത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് 45 to 60, ദെൻ എബോവ് 60. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് അതിലുള്ളത്. സോ ആ 4 ഓപ്ഷൻസ് എന്ത് ചെയ്യാം, അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റിക്വയർഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിടേണ്ടതുണ്ട്. ഇത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ നെയിം ആകുമ്പോൾ അവിടെ ഷോർട്ട് ആൻസർ ടൈപ്പാണ് വരുന്നത്. അതേ സമയത്ത് ഏജ്, ഇനി ഇതുപോലെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മൾട്ടിപ്പിൾ ചോയ്സൊക്കെ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏജ് ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ. ജെൻഡർ ആകുമ്പോൾ ജെൻഡർ എന്നുള്ളത് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ ഓപ്ഷൻസിൽ മെയിൽ ഫീമെയിൽ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ ബിലോ SLC, SLC, +2 തുടങ്ങിയിട്ടുള്ള ഏതൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ് അതിൽ കൊടുക്കേണ്ടത്. ദെൻ ഇനി അതിൽ മൂന്നാമത്തെ ടൈപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ കാണാം നമുക്കവിടെ. യുവർ കറണ്ട് വെഹിക്കിൾ ലൈസൻസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്താണ്. ഒരു മൾട്ടിപ്പിൾ ടിക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഒന്നിലധികം ആൻസർ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഇപ്പോഴത്തെ ലൈസൻസിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചില ആളുകൾക്ക് 2 വീലർ മാത്രമേ ഉണ്ടാവും, ചില ആളുകൾക്ക് 2 വീലറും 3 വീലറും ഉണ്ടാവും, ചില ആളുകൾക്ക് 2 വീലർ 3 വീലർ 4 വീലർ ആൻഡ് ഹെവി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കണിൽ കൊടുക്കുക. ദെൻ ആ ക്വസ്റ്റ്യൻ കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള യുവർ കറണ്ട് ലൈസൻസ് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുക്കാം. കറണ്ട് ലൈസൻസ്
സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് മൾട്ടിപ്പിൾ ടിക്ക് എന്നുള്ളത്, കാരണം മൾട്ടിപ്പിൾ ടിക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ടിക്ക് എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. മൾട്ടിപ്പിൾ ടിക്ക് എന്ന് കൊടുക്കുക, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ടിക്ക് എന്ന് വരുമ്പോൾ തന്നെ നമ്മളവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ചെക്ക് ബോക്സ് എന്ന് വരുന്നുണ്ട്. ഇനി അത് വന്നില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചെക്ക് ബോക്സ് ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ താഴെയുള്ള ചെക്ക് ബോക്സസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഓപ്ഷൻ 1 ആയിട്ട് അതിൽ 2 വീലർ, ദെൻ അടുത്തത് 3 വീലർ, ദെൻ 4 വീലർ, ദെൻ ഹെവി. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇനി അതർ ഉണ്ടെങ്കിൽ അതർ കൂടി എന്ത് ചെയ്യുക, ആഡ് അതർ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദെൻ അതിലും റിക്വയർഡ് എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനം വരുന്ന സജഷൻ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യേണ്ടതുണ്ട്. സോ ഈ രൂപത്തിലാണ് മൾട്ടിപ്പിൾ ടിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് റേറ്റ് യുവർ അവെയർനെസ്. ഈ 4ാമത്തെയും അതേപോലെ തന്നെ 5ാമത്തെ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അവെയർനെസ് ആണ്. അതേപോലെ തന്നെ 5ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ടൈപ്പാണ്. ദെൻ നെക്സ്റ്റ് ഫുള്ളി അവെയർ സംവാട്ട് അവെയർ. അതായത് നമ്മൾ ഈ 5 ഓപ്ഷൻ വരുന്ന ലിക്വിഡ് സ്കെയിൽ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു രൂപമാണ് പറയാൻ പോകുന്നത്. അത് ഞാൻ അതിലൊരു ടേബിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അവെയർനെസ്സിൻ്റെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവെയർനെസ്സിൻ്റെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലസ് ഐക്കൺ കൊടുത്തു. ഇനി അവിടെ റേറ്റ് യുവർ അവെയർനെസ് ലെവൽ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്പ് ചെയ്യുക. അവെയർനെസ് ലെവൽ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ ഇതിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷന് ലീനിയർ സ്കെയിലാണ് ഇപ്പോൾ അവിടെ വന്ന് കിടക്കുന്നത്. അതിൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്. അതാക്കുന്ന സമയത്ത് റോസ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ കോളംസ് എന്ന് പറഞ്ഞിട്ട് വരും. ഈ റോയിൽ കൊടുക്കേണ്ടത് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തില്ലേ, ആ ഫാക്ടേഴ്സുകളാണ് കൊടുക്കേണ്ടത്. അതിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ് എഴുതാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. സോ അതിൻ്റെ താഴെയുള്ള ഓരോ ഐറ്റംസും നമ്മൾ റോ 1 ആയിട്ടും റോ 2 ആയിട്ടും. ഇപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഫാക്ടേഴ്സായിട്ട് ABCD എന്ന 1ാമത്തെ ഫാക്ടർ കൊടുത്തിട്ടുള്ളത്, അടുത്ത ഫാക്ടർ കൊടുത്തിട്ടുള്ളത് EFG എന്ന് പറയുന്ന GH എന്ന് പറയുന്ന ഐറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത ഫാക്ടറായിട്ട് HIJK എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തത്. ദെൻ നെക്സ്റ്റ് LMNO എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് റോസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇനി അതിൻ്റെ കോളം എന്ന് പറയുന്നത് ഓരോ കോളം നമുക്കറിയാം, ഫുള്ളി അവെയർ, സംവാട്ട് അവെയർ, ലെസ് അവെയർ എന്നുള്ളതാണ്. സോ കോളം 1 ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫുള്ളി അവെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഫുള്ളി അവെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ദെൻ 2ാമത്തത് അവെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സംവാട്ട് അവെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ലെസ് അവെയർ ആൻഡ് ഫൈനലി നോട്ട് അവെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നോട്ട് അവെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുക. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ അവെയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഫാക്ടേഴ്സ് കൊടുത്തു. ദെൻ അതിന് അവെയർനെസ് ആയിട്ട് ഫുള്ളി അവെയർ, സംവാട്ട് അവെയർ എന്ന് കൊടുത്തു. ഇനി ഇത് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഫുള്ളി അവെയർ എന്നുള്ളതിന് പകരം ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ്, അവെയർ എന്നുള്ളത് സാറ്റിസ്ഫൈഡ്, സംവാട്ട് അവെയർ എന്നുള്ളത് ന്യൂട്രൽ ആൻഡ് ലെസ് അവെയർ എന്നുള്ളത് പിന്നെ അവിടെ ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് നോട്ട് അവെയർ എന്നുള്ളത് പിന്നെ ഹൈലി ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇനി എഗ്രിമെൻ്റ് ആണെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ ഡിസെഗ്രി, സ്ട്രോങ്ലി ഡിസെഗ്രി എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ടേബിളുകൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെയും അതേപോലെ 7ാമത്തെയും ഒക്കെ ടേബിൾസ് അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് റാങ്ക് തരത്തിലുള്ള, റാങ്കിൻ്റെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഈ ക്വസ്റ്റ്യനും റിക്വയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. സോ റിക്വയർഡ് കൊടുക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റാങ്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റാങ്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുക, റാങ്ക് ദി ഫോളോയിങ് ബേസ്ഡ് ഓൺ എന്ന് പറയുന്ന മുകളിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്പ് ചെയ്യുക. റാങ്ക് ദി ഫോളോയിങ് ബേസ്ഡ് ഓൺ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി അവിടെ ടൈപ്പ് ചെയ്യുക. ഇനി അവിടെ സെലക്ട് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് അല്ല എടുക്കേണ്ടത്, ചെക്ക് ബോക്സ് ഗ്രിഡാണ് എടുക്കേണ്ടത്. അവിടെ ഓൾറെഡി മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡായിരുന്നു വന്നിരുന്നത്. അതിൽ ചെക്ക് ബോക്സ് ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് റാങ്കിൻ്റെ കേസിൽ എടുക്കേണ്ടത്. അപ്പോഴും ഇവിടെ റോയും കോളോ ആയിട്ട് വരും. അതിൽ റോ 1 ആയിട്ട് ഇപ്പോൾ പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് 4 പ്രോബ്ലംസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് റാങ്ക് വരിക, റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4 എന്ന് പറയുന്ന റാങ്ക്സുകളാണ് വരിക. ഇനി ഇപ്പോൾ നിങ്ങളതിൽ ഒരു 8 ഐറ്റംസ് ആണ് റാങ്ക് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, റാങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 8 ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ 8 റാങ്ക് ആയിരിക്കും വരിക. ഇനി 10 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 റാങ്ക് വരും. റാങ്ക് 1 മുതൽ റാങ്ക് 10 വരെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തതിൽ 4 റാങ്കേ ഉള്ളൂ. സോ ആദ്യം റോയിൽ വരുന്ന ഐറ്റംസ് ABC എന്ന് പറയുന്ന ജസ്റ്റ് ആ ഐറ്റംസുകൾ എന്ത് ചെയ്യുക, റോ ആയിട്ട് കാണിക്കുക. ABC, അതേപോലെ തന്നെ DEF, ദെൻ നെക്സ്റ്റ് GHI, HIJ എന്ന് പറയുന്ന
GHI JKL എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ്, അതായത് ഇതിൽ വന്നിട്ടുള്ള റോകൾ കൊടുത്തു. ഇനി കോളായിട്ട് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ 4 ഐറ്റം അല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. റാങ്ക് 1, ദെൻ റാങ്ക് 2, ദെൻ റാങ്ക് 3 ആൻഡ് റാങ്ക് 4. ഇപ്പോൾ നിങ്ങളിതിൽ ഒരു 5 ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ റാങ്ക് 5 വരെ കൊടുക്കണം. 6 ഐറ്റം ആണെങ്കിൽ റാങ്ക് 6 വരെ കൊടുക്കണം. ദെൻ ഈ പിന്നെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഐറ്റംസ് വരുന്നത് 8 ഉണ്ടെങ്കിൽ റാങ്ക് 8 വരെ കൊടുക്കണം. 10 ഉണ്ടെങ്കിൽ റാങ്ക് 10 വരെ കൊടുക്കണം. ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഈ റാങ്ക് കൊടുക്കുമ്പോൾ അതിന് താഴെ റിക്വയർഡ് കൊടുക്കുക. അതിന് പുറമെ അതിൻ്റെ പുറത്തൊരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ സെലക്ട് ചെയ്യാം. അതിൽ ഇവിടെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് പെർ കോൾ എന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ടിക്ക് വരും, ക്ലോസ് ആയി പോകും. ദെൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റാങ്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സജഷനാണ്. സജഷൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സജഷൻ്റെത് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുക്കുക. സജഷൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സജഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്താണ് നിങ്ങളവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഇനി അതിലെടുക്കേണ്ടത് ഷോർട്ട് ആൻസർ എന്നുള്ളതിന് പകരം അവിടെ പാരഗ്രാഫ് എന്നുള്ള, കാരണം സജഷൻസ് കുറച്ച് കൂടുതൽ എഴുതാനുണ്ടാവും. ഇനി അതിലൊരിക്കലും റിക്വയർഡ് ഓൺ ചെയ്തിടരുത്, കാരണം ചില ആളുകൾക്ക് സജഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് റിക്വയർഡ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരത് എഴുതാത്ത പക്ഷം അവർക്ക് ആ ഒരു പിന്നെ അവരുടെ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അത് റിക്വയർഡ് ഓൺ ചെയ്തിടേണ്ട. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റനെയറിൽ എല്ലാ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്വസ്റ്റനെയറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഈ ഒരു പ്ലസ് ഐക്കൺ, അതായത് ഈ ഒരു ജസ്റ്റ് പ്ലസ് ഐക്കൺ വരുന്നുണ്ട് ഇവിടെ. ഈ പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അത് ലോഡ് ചെയ്ത് വരും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണോ അതിൽ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ആ മെയിൽ ഐ ഡി വരും. ഇനി അതിലേക്ക് ആഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയൊരു പിന്നെ മെയിൽ ഐ ഡി ആഡ് ചെയ്യണമെങ്കിൽ ആ മെയിൽ ഐ ഡി അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി കൊടുക്കുകയാണ്, mikas.internal എന്ന് പറയുന്ന അതായിട്ട് കൊടുക്കുകയാണ്. അയാളെ ഇപ്പോൾ അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഗൈഡ് ആരാണോ ആ ഗൈഡിൻ്റെ മെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. അത് റെസ്പോണ്ടർ ആയിട്ടാണോ എഡിറ്റർ ആയിട്ടാണോ, അത് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ദെൻ അതിൽ സെൻഡ് കൊടുക്കുക. ആ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യും, മെയിൽ പോകും. നിങ്ങൾ ആ ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ പോകും. സോ അവരുടെ ഫോണിലും ചെക്ക് ചെയ്യാം, നിങ്ങളുടെ ഫോണിലും അത് ചെക്ക് ചെയ്യാൻ പറ്റും. എഡിറ്റർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ സെൻഡ് കൊടുക്കുക. ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരാം. ദെൻ ഇനി അത് കൊടുത്തതിന് ശേഷം ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് മുകളിൽ കാണാം ഒരു പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പ്ലസ് ഐക്കൺ ആഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പുറത്തായിട്ട് സെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനാണ്, അതായത് ഇവിടെയുള്ള ഈ പിന്നെ പ്ലസ് ഐക്കൺ കൊടുത്തതിൻ്റെ ആ പ്ലസ് ഐക്കണുള്ളതിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് ഓപ്ഷനാണ് സെൻഡ് എന്ന് പറയുന്നത്. ആ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എനിവൺ വിത്ത് ലിങ്ക് ഉണ്ട്, അത് തന്നെയാണ് കൊടുക്കേണ്ടത്. ദെൻ അവിടെ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പബ്ലിഷ് എന്ന് കൊടുക്കുക. പബ്ലിഷ് എന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്ക് ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇനി ഇത് ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലിങ്കിൻ്റെ ഒരു ഓപ്ഷൻ, ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന ഈ ബ്ലൂ ഐക്കണിൻ്റെ താഴെയുള്ള ലിങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ ലിങ്കിന് വേണമെങ്കിൽ ഷോർട്ടൺ ചെയ്യാം. അവിടെ ഒരു ടിക്ക് കൊടുത്താൽ മതി, ഷോർട്ടൺ ചെയ്യാം. ദെൻ അതിന് അവിടെ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ദെൻ ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാകും, കോപ്പി ചെയ്തിട്ടുണ്ടാകും. ആ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ ആർക്കാണ് അയച്ചു കൊടുക്കാനുള്ളത് അവർക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഫോം അവർക്ക് കാണാനും അതുപോലെ തന്നെ അതിൽ ടിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റനെയർ അയച്ചു കൊടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.